നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചിട്ടും സത്യസന്ധത കാണിച്ചിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് അതിൻ്റെ പകുതി പോലും ലഭിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം നിങ്ങൾ അവരോട് ആത്മാർത്ഥമായി ഇരുന്നിട്ടും അവർ നിങ്ങളോട് മോശമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അറ്റൻഷൻ ചെയ്ത, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ കെയർ ചെയ്ത ആരെങ്കിലുമൊക്കെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ആത്മാർത്ഥമായ സത്യസന്ധമായ ഏതെങ്കിലും സ്നേഹത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ലൈഫിൽ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ മറ്റാരെയെങ്കിലും ചീറ്റ് ചെയ്തു എന്നുള്ളതല്ല. പകരം നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. അവർ നിങ്ങളോട് ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ചിട്ടും നിങ്ങൾ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ ഒഴിവാക്കിയിട്ടുണ്ടാവാം. ആ ഒഴിവാക്കിയതിൻ്റെ റിസൾട്ട്, അതായത് അങ്ങനെ സ്നേഹത്തിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മൾ ഒരിക്കലും ഗൗനിക്കാതെ മൈൻഡ് ചെയ്യാതെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കിയത് ആത്മാർത്ഥതയും സത്യസന്ധതയും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമില്ല എന്നാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥ നേരിടേണ്ടി വരുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതിനെ കർമ്മ എന്നും പറയാം. അതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ അന്തരീക്ഷം, നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് ചിന്തിക്കുക, ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സർക്കിളിൽ നിങ്ങളുടെ ആത്മാർത്ഥതയും സ്നേഹവും കാണിച്ചിട്ടുള്ള നല്ലവരായ, നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും മനുഷ്യരോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ, മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവരോട് സോറി പറയുക, അവരോട് നിങ്ങൾ ക്ഷമാർപ്പണം നടത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന്